C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. കണക്കില്ലാത്ത സ്വത്തിനു വേണ്ടിയാ അന്ന് എനിക്കത് ചെയ്യേണ്ടി വന്നത്. പക്ഷേ വിരോധാഭാസം എന്തെന്ന് വെച്ചാൽ ഇന്ന് ആ നേടിയ പണം നിലനിർത്താൻ വേണ്ടി ആ രാത്രി ആവർത്തിക്കേണ്ട അവസ്ഥയിലേക്ക് താൻ എന്നെ കൊണ്ടെത്തിച്ചിരിക്കുക. മോളെ, തനിക്ക് മര്യാദയ്ക്ക് എന്റെ കൂടെ ജീവിച്ചാ പോരായിരുന്നോടോ? എന്തിനാ എന്റെ കഴിഞ്ഞ കാലത്തെ കുറിച്ച് അറിയാൻ ശ്രമിച്ചത്? ജീവിതം പലപ്പോഴും കഥകളേക്കാൾ വിചിത്രമാണ്. സ്നേഹം മനുഷ്യനെ സ്വാർത്ഥനാക്കും. ആ സ്വാർത്ഥത അവനെ ക്രൂരനാക്കുകയും ചെയ്യും. രവിവർമ്മന് കൂടുതൽ സ്നേഹം അന്നും ഇന്നും പണത്തിനോടാണ്. ലാഭേച്ഛയില്ലാതെ ഞാൻ ചെയ്ത ഒരേ ഒരു കാര്യമേ ഉള്ളൂ. തന്നെ സ്നേഹിച്ചു, വിവാഹം കഴിച്ചു. പണത്തിനു വേണ്ടിയാ അന്ന് ഞാൻ രാജനന്ദിനിയെ പറഞ്ഞയച്ചത്. പക്ഷേ ഇന്ന് നിവർത്തികേട് കൊണ്ട് തന്നെ രാജനന്ദിനിയുടെ അടുത്തേക്ക് പറഞ്ഞയക്കേണ്ടി വരികയാണ്. ഇപ്പോ സമൂഹത്തിന് മുന്നിലും വീട്ടുകാരുടെ മുന്നിലും രവിചന്ദ്രവർമ്മന് ക്ലീൻ ഇമേജാണ്. ആ ഇമേജ് നിലനിർത്താൻ എനിക്ക് സാധിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? മനഃപൂർവമായി ഞാൻ എടുത്തണിഞ്ഞ ഈ മുഖം മൂടി എല്ലാവരും തിരിച്ചറിയും. അത് ഞാൻ മരിക്കുന്നതിന് തുല്യമാണ്. ഇതിനെല്ലാം കാരണം തന്റെ അന്വേഷണം. ആ അന്വേഷണം ഇന്ന് അവസാനിക്കുകയാണ്. എന്നേക്കുമായി. പ്ലീസ് എന്നൊന്നും ചെയ്യരുത്. ഒരു കുഞ്ഞിനെ വയറ്റിൽ ചുമക്കുന്തോറും അതിനോടുള്ള സ്നേഹവും അമ്മമാർക്ക് കൂടും. ആ സ്നേഹത്തിലേക്കാ ഈ രാജലക്ഷ്മി മായം കലർത്താൻ പോകുന്നത്. അമ്മേ, ഞാൻ വീണ്ടും പറയാ, ഇത് അവസാനം നമ്മുടെ കൈ നിന്നൊന്നും വരില്ല. ഈ വീട്ടിലെ ഒരാളും നമ്മുടെ ഈ തെറ്റിനെ ന്യായീകരിക്കാൻ ഉണ്ടാവില്ല. അതിന് ഇത് പ്രത്യക്ഷത്തിൽ ആരെങ്കിലും ചെയ്താലല്ലേ? ശ്രീലക്ഷ്മിക്കും രവിവർമ്മനും കുഞ്ഞുണ്ടാവരുതെന്നുള്ളത് ദൈവനിശ്ചയമാ. ആ ദൈവനിശ്ചയത്തിന് ഞാനും നീയും ഒരു കാരണമാകുന്നേ ഉള്ളൂ. നീ ആദ്യം നിനക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് നല്ലൊരു പേര് കണ്ടുവെക്കും. നിന്റെ കുഞ്ഞിന് മാത്രം. ഛത്രേഷ് വർമ്മൻ. അതെങ്ങനെയുണ്ട്? അയ്യേ, അത് കൊള്ളില്ല സർ. ആ, എനിക്ക് തോന്നി. ആ, പിന്നെ പേര് എന്ത് തന്നെ ആയാലും കൂടെ വർമ്മൻ എന്നത് നിർബന്ധമായും വേണം. എന്നാ ഞാൻ കുറച്ച് നല്ല പേരുകൾ പറഞ്ഞുതരാം. ഏതാണ് ബെറ്റർ എന്നത് ചേട്ടായും സാന്ദ്രയും കൂടെ പറഞ്ഞാൽ മതി. ഓക്കെ, എന്നതാ പിടിച്ചോ. കൽഷിത് വർമ്മൻ, കിയാൻ വർമ്മൻ, ലക്കി വർമ്മൻ, മിതേഷ് വർമ്മൻ, പ്രിനീൽ വർമ്മൻ. ഇനിയിപ്പോ മോളാണെങ്കിൽ സാൻവി വർമ്മൻ, ഛായ വർമ്മൻ, ഫൽഗുണി വർമ്മൻ, ഒമീഷ വർമ്മൻ. മതി മതി മതി. എന്ത് പേരുടെ ഇതൊക്കെ? കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുള്ള പേരുകൾ പറയും. ഓ ചേട്ടായിക്ക് നാടൻ പേരുകളോടാണല്ലോ കൂടുതൽ ഇഷ്ടം അല്ലേ? അതെ അതെ, ഈ ശ്രീലക്ഷ്മി എന്നൊക്കെ പറയുന്ന പോലത്തെ പേര് അല്ലേ സർ? എത്തിയോ?
പോയ കാര്യം എന്തായി? എവിടെയെങ്കിലും കയറാൻ പറ്റിയോ? 1-2 കമ്പനികളിലും ടെക്സ്റ്റൈൽസിലും പോയി നോക്കി. അവിടെയെങ്കിലും തൽക്കാലം വേക്കൻസി ഇല്ലെന്നാ പറയുന്നത്. ഹാ, ജോലി എങ്ങും ശരിയായില്ലെങ്കിൽ എന്താ? നിങ്ങൾക്ക് മനസ്സിന് സമാധാനം കിട്ടിയല്ലോ, അതുപോരെ? നോക്കണ്ട. അച്ഛൻ അവിടെ ചെന്ന വിശേഷം മോള് വിളിച്ചു പറഞ്ഞു. ഇനി കുറച്ചു ദിവസം പട്ടിണി കിടന്നാലും സാരയില്ല. ആത്മാഭിമാനത്തിന് കോട്ടം തട്ടാതെ രക്ഷപ്പെട്ടല്ലോ. നീ പരിഹസിക്കണ്ട. നീ ആ പൈസ വാങ്ങിയതാണ് ആദ്യത്തെ തെറ്റ്. നീ ചെയ്ത തെറ്റിന് ഞാൻ പരിഹാരം കണ്ടു, അത്രേ ഉള്ളൂ. തെറ്റാണെന്നറിഞ്ഞിട്ടും ഞാനത് ചെയ്തതിന് ഒറ്റ പേരേ ഉള്ളൂ: നിവർത്തികേട്, അല്ലെങ്കിൽ ഗതികേട്. അല്ലാതെ മരുമകന്റെ പൈസയെ ജീവിച്ചുല്ലസിക്കാന്ന് ഞാൻ കരുതിയിട്ടില്ല. എന്ത് കരുതിയിട്ടാണെങ്കിലും ആ പൈസ നമുക്ക് അവകാശപ്പെട്ടതല്ല. ആ പണം കൊണ്ട് പട്ടിണി മാറ്റാൻ നോക്കിയാലേ ദഹനക്കേടുണ്ടാവും. തൽക്കാലം നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ആ 1 ലക്ഷം രൂപ കൊണ്ട് മാറുമായിരിക്കും. പക്ഷെ കടപ്പാട് മാറില്ല. ആ കടപ്പാടിൽ തലതാഴ്ത്തി ജീവിക്കാൻ എനിക്കാവില്ല. എവിടെ? അവിടെ നോക്ക്. ശ്രീലക്ഷ്മി, ശ്രീലക്ഷ്മി, ആന്റി, സാന്ത്വമാണോ? ഇതെന്താ ഇത്ര രാവിലെ? ആന്റി, അങ്കിളില്ലേ? ഉണ്ട്. എന്താ മാഡം? ഞാനിപ്പോ വന്നത് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവാനാ. സരോജ ആന്റി, വേഗം ഒന്ന് റെഡിയാവ്. കൂട്ടിക്കൊണ്ടു പോവാനോ? എങ്ങോട്ട്? അതൊക്കെ പറയാം. ആന്റി, അങ്കിളും വേഗം ഒന്ന് റെഡി ആയിട്ട് വാ. ആ സാന്ദ്രമാടോ, എന്താ രാവിലെ ഇങ്ങോട്ട്? മാഡത്തിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? എന്താ കാര്യം? വെറുതെ ആദ്യ കയറ്റാതെ എന്താന്ന് വെച്ചാ പറ മാഡം. എന്താ മാഡം, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അത് അങ്കിളെ, ഇന്നലെ ശ്രീലക്ഷ്മി സ്റ്റേഴ്സിൽ നിന്നൊന്ന് വീണു. അയ്യോ, എന്നിട്ട് ഇപ്പൊ ഹോസ്പിറ്റലിലാ. എന്നോട് ക്ഷമിക്കണം. ക്ഷമ ചോദിക്കാനുള്ള അർഹത പോലും എനിക്കില്ലെന്നറിയാം. ഇതാരുടെയും തെറ്റല്ലോ ശ്രീലക്ഷ്മി. താൻ വിഷമിച്ചാലോ കരഞ്ഞാലോ
നഷ്ടപ്പെട്ടത് നമുക്ക് തിരിച്ചു കിട്ടോ? ഇല്ലല്ലോ. എല്ലാ സങ്കടങ്ങളുടെയും ആകത്തുക രണ്ടക്ഷരത്തിൽ ഒതുക്കാൻ എനിക്കിഷ്ടം. വിധി. ജീവിതത്തെ തകർക്കുന്ന എന്തിനേയും ആ പേര് വിളിച്ചല്ലേ നമുക്ക് സമാധാനിക്കാൻ പറ്റൂ. എന്റെ ആ ദുർവിധിയില് ഞാൻ പലപ്പോഴും സാറിനെ വലിച്ചിടുന്നുണ്ട്. അതാ എന്റെ വിഷമം. ഞാൻ ഒറ്റയ്ക്ക് അനുഭവിക്കേണ്ടതിന്റെ ഒക്കെ ഓഹരി സാറും ഇപ്പൊ അനുഭവിക്കുന്നുണ്ട്. എനിക്കറിയാം എല്ലാം സാറ് മനസ്സിൽ ഒതുക്കുന്നതാന്ന്. എനിക്ക് സാറിനെ പലപ്പോഴും പിടിച്ചു നിൽക്കാനാവുന്നില്ല. ഡോക്ടർ പറഞ്ഞു എന്നെ പോലെ അമ്മയാവാൻ കൊതിച്ചിട്ട്, ഒരു കുഞ്ഞിനെ താലോലിക്കാൻ ആഗ്രഹിച്ചിട്ട്, താരാട്ട് പാടി ഓർക്കാൻ കാത്തിരുന്നിട്ട്, എല്ലാ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാവുന്ന ധാരാളം പേരുണ്ടെന്ന്. ഇപ്പോ അവരിലൊരാളായിട്ട് ഞാനും മാറി. അല്ല സർ, അങ്ങനെയൊന്ന് ചിന്തിച്ച് മനസ്സ് വിഷമിക്കല്ല ഇപ്പൊ വേണ്ടത്. താൻ എത്രയും വേഗം ഇതിൽ നിന്ന് റിക്കവർ ആണ്. അതിനു വേണ്ടത് മനോധൈര്യമാണ്. സാർ എപ്പോഴും പറയാറില്ലേ സങ്കടപ്പെടരുത്, സന്തോഷായിട്ടിരിക്കണമെന്ന്. എന്റെ മനസ്സ് വിഷമിച്ച അത് നമ്മുടെ കുഞ്ഞിനെ ബാധിക്കും. അതുകൊണ്ട് പറഞ്ഞതല്ലേ. പക്ഷെ ഇപ്പൊ ഈശ്വരൻ നൽകിയ ആ ജീവൻ ഈശ്വരനായിട്ട് തന്നെ തിരിച്ചെടുത്തു. രഘു എന്താ ഈ പറഞ്ഞു വരുന്നത്? ഞാനായിട്ട് ഒരു കള്ളനെ പിടിച്ച് ഇവിടെ കയറ്റിയെന്നോ? അതോ ഇവിടെ സംഭവിച്ച കാര്യങ്ങൾക്കെല്ലാം ഞാനാണ് ഉത്തരവാദി എന്നാണോ? പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുമ്പോ സംശയം ഉണ്ടാവും. ഒരാൾ ഇരുട്ടത്ത് നിൽക്കുക, നിങ്ങളെ കണ്ട ഉടൻ കത്തി വീശുക, നിങ്ങൾ ഓടിയ വഴിക്ക് ഏട്ടത്തി വീണ് അപകടം ഉണ്ടായി. ഇതല്ലേ രേഖയുടെ അമ്മ പറയുന്നത്? അതാണ് നടന്നത്. ഞാൻ മാത്രമല്ലല്ലോ, ശ്രീലക്ഷ്മി ഉണ്ടായിരുന്നല്ലോ. വരുമ്പോ ചോദിക്കുക എന്താ നടന്നേന്ന്. ഗ്രഹപ്പഴയ്ക്ക് ആ സമയത്ത് ഞാൻ ഇവിടെ ഉണ്ടായിപ്പോയി. അതിന്റെ പേരിൽ മുഴുവൻ കാര്യങ്ങൾ എന്റെ തലക്കെടുക്കേണ്ട കാര്യം എനിക്കില്ല. അല്ല, എന്തറിഞ്ഞിട്ട് എന്നെ ഇങ്ങനെ ക്രോസ് വിസ്താരം ചെയ്യുന്നത്? ഒരു കാര്യം ചെയ്യാം, ഞാൻ എന്റെ വീട്ടിലേക്ക് തിരികെ പൊയ്ക്കോളാം. അങ്ങനെ നിങ്ങളുടെ കണ്ണിൽ കരടായിട്ട് എനിക്കിവിടെ കടിച്ചു തൂങ്ങേണ്ട ഒരു കാര്യമില്ല. രേഖയുടെ അമ്മ ഇവിടുന്ന് പോകണമെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അർത്ഥം എന്തായാലും ഞാൻ ഇവിടുന്ന് പോവും. നാളെ ഇനി ഈ വീട്ടിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ അരങ്ങേറിയെന്ന് വരും. അന്ന് നിങ്ങൾ എന്നെ തന്നെ സംശയിക്കും. കാരണം ഞാനാണല്ലോ പുറത്തുനിന്നുള്ള ആള്. അതുകൊണ്ട് സ്വരം നന്നായിരിക്കുമ്പോ തന്നെ പാട്ട് നിർത്തിയേക്കാം. മാറി നിൽക്കണേ അങ്ങോട്ട്. തന്റെ അമ്മയോട് ചെന്ന് കാര്യങ്ങൾ പറഞ്ഞൊന്ന് മനസ്സിലാക്ക്. എന്ത് കാര്യം മനസ്സിലാക്കാൻ? രഘു ഈ പറഞ്ഞത് വെച്ച് നോക്കുമ്പോ അമ്മയുടെ ഭാഗത്താണ് ന്യായം. രഘു എന്താ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്? ഇതെല്ലാം എന്റെ അമ്മ കരുതിക്കുട്ടി ചെയ്തതാണെന്നോ? ഞാൻ ഒരു സംശയം ചോദിച്ചെന്നല്ലേ ഉള്ളൂ. അതിന്റെ ആവശ്യം എന്തായിരുന്നു എന്നാ ഞാൻ ചോദിക്കുന്നത്. രഘുവിനുള്ള സംശയം വേറെ ആർക്കും ഇവിടെ ഇല്ലല്ലോ. ശ്രീലക്ഷ്മിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നതിൽ എനിക്കും വിഷമമുണ്ട്. പക്ഷെ കണ്ണടച്ച് എന്റെ അമ്മയ്ക്ക് നേരെ ഒരു മുൻവിധി രഘു എടുക്കരുത്. രേഖ, ഞാൻ ഉദ്ദേശിച്ചത്... ഉദ്ദേശം എന്തായാലും രഘു ഇപ്പൊ സംസാരിച്ചത് ശരിയായില്ല. പ്രത്യേകിച്ചും ഇത്രയും വലിയൊരു അപകടം നടന്ന സ്ഥിതിക്ക് വെറുതെ ഒരു സംശയത്തിന്റെ പേരില് എന്റെ അമ്മയെ പ്രതിസ്ഥാനത്ത് നിർത്താൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ ഒരു സംശയം ചോദിച്ചതിന് രേഖ എന്തിനാ ഈ രീതിയിൽ പെരുമാറുന്നത്? അവർക്ക് നേരെ കത്തി വീശിയത് ആരാണെന്നേ ഞാൻ ചോദിച്ചോളൂ. രഘു ഈ സംസാരിക്കുന്നതും വാദിച്ച് ജയിക്കാൻ ശ്രമിക്കുന്നതും രഘുവിന്റെ ചേട്ടന്റെ ഭാര്യയ്ക്ക് വേണ്ടിയല്ലേ? ഞാൻ സംസാരിക്കുന്നത് എന്റെ പെറ്റമ്മയ്ക്ക് വേണ്ടിട്ടാ. അപ്പൊ ഞാൻ കുറച്ച് കൂടുതൽ സംസാരിച്ചെന്നിരിക്കും. എന്റെ വീട്ടുകാരെ അടക്കം സംശയദൃഷ്ടി നിർത്തുമ്പോ അത് തെളിയിക്കേണ്ട ബാധ്യത എനിക്ക്. അതിന് ശ്രീലക്ഷ്മി എന്റെ കൂടെ ഉണ്ടായാലേ പറ്റൂ. അതിന് ശ്രീയുടെ അച്ഛൻ സമ്മതിച്ച് മതിയാവും. പറ്റില്ലെങ്കിലോ? അങ്ങനെ എന്റെ മോളെ ഒരു പരീക്ഷണ വസ്തുവാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല.
നിങ്ങളുടെ വീട്ടിലെ ആൾക്കാരെ അളക്കാനുള്ള അളവ് പോലല്ല എന്റെ മോള്. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾക്ക് ആ ദുഃഖം മറക്കാൻ ഒരു ഫോട്ടോയും അതിനു മുന്നിൽ കത്തിച്ചു വെക്കാൻ ഒരു വിളക്കും മതി. ഞങ്ങൾക്ക് അങ്ങനെയല്ല. ആണും പെണ്ണുമായി ഒന്നേ ഉള്ളൂ. നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങൾക്കിടയിൽ നിർത്തി അവളെ കുരുതി കൊടുക്കാൻ ഞങ്ങൾക്ക് വയ്യ. എന്റെ മോളെ ഒരു ഭ്രാന്തിയായി കാണാൻ വയ്യാത്തതുകൊണ്ടാ. അല്ലെങ്കിൽ കോടതി വരാന്തി വെച്ച് ഞാൻ തീർപ്പുണ്ടാക്കിയാന്. ശ്രീരച്ചൻ ഒന്നിങ്ങോട്ട് വന്നേ. വിളിയല്ലേ കയ്യിന്ന്. ആദ്യം തീരുമാനം രവി സാറ് പറയട്ടെ. നിങ്ങളോട് ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞത്? വരാൻ. നിങ്ങൾ എന്തായി പറയുന്നത്? ഞാൻ എന്താണ് പറയുന്നതെന്ന് എനിക്കും കേട്ടയാൾക്കും അറിയാം. അത് മതി. നമ്മുടെ മോൾ അകത്ത് കിടക്ക. ആളും തരം നോക്കാതെയല്ല നിങ്ങളുടെ സംസാരം. ആദ്യം നിർത്ത. ഈ സംഭവിച്ചൊന്ന് പോരെ നിങ്ങക്ക്? നിങ്ങളിപ്പോ സാറിനോട് പറഞ്ഞ കാര്യം നമ്മുടെ ആവശ്യമാണ്. പക്ഷേ അതിങ്ങനെയല്ല പറയേണ്ടത്. ഞാൻ സംസാരിക്കാൻ സാറിനോട്. നിങ്ങള് മിണ്ടാതെ ഇവിടെ നിന്നാ മതി. എന്റെ ഭർത്താവ് സാറിനോട് പറഞ്ഞതൊക്കെ അല്പം കൂടുതലായി പോയി എന്ന് എനിക്കറിയാം. അത് ഒരച്ഛന്റെ മകളോടുള്ള കരുതലായി സാറ് കാണാവൂ. പറയുന്നത് രണ്ട് രീതിയിലാണെന്നേ ഉള്ളൂ. അർത്ഥവും ആവശ്യവും ഒന്നു തന്നെയാ. ഞാനീ പറയുന്നതിന് സാറെതിരൊന്നും പറയരുത്. അവകാശവാദങ്ങളും ശരിയും തെറ്റും ഒന്നും ഞാൻ പറയുന്നില്ല. ഒരപേക്ഷയാണ് സാറിനോട് പറയാനുള്ളത്. കുറച്ച് ദിവസത്തേക്ക് മോളുടെ ഈ അവസ്ഥ ഒന്ന് മാറുന്നവരെങ്കിലും മോളെ ഞങ്ങളോടൊപ്പം വിടണം. ഞാനിങ്ങോട്ട് വെറുതെ വന്നേ ഉള്ളൂ. അല്ല സരോജൻ ചേച്ചി, ശരിക്കും ശ്രീലക്ഷ്മിക്ക് എന്താ പറ്റിയത്? നിങ്ങൾ എന്തിനാ പെട്ടെന്ന് രവിസാറിന്റെ വീട്ടിൽ നിന്ന് ഇവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്? ഒരു പനി വന്നതിനോ? എന്തോ പ്രശ്നം ഉണ്ടായെന്ന് എനിക്ക് മനസ്സിലായി. അതാ അവിടെ വെച്ച് ഞാൻ ചോദിക്കാതിരുന്നത്. അല്ലെങ്കിൽ തന്നെ നമ്മുടെ കാര്യങ്ങൾ എന്തിനാ മറ്റുള്ളവരെ അറിയിക്കുന്നത്? അയ്യോ പപ്പി, ഞാനേ അവിടെ വെച്ച് പറഞ്ഞ സത്യം തന്നെയാ. അല്ല, സാന്ദ്ര മേഡം കൂടി വന്നപ്പോ ഞാൻ കരുതി. അങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും തൽക്കാലം പത്മിനി അറിയണ്ട. പത്മിനിക്ക് എന്താ അറിയേണ്ടത്? എന്നോട് ചോദിക്ക്, ഞാൻ പറയാം. എന്റെ മോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് എന്താണെന്ന് അറിയണോ? എങ്കിൽ പത്മിനിയും ഇതിന്റെ കാര്യം അറിയാൻ പുറത്ത് കാത്തു നിൽക്കുന്നവരോടും പറഞ്ഞേക്ക്. ശ്രീരജ, നിങ്ങൾ എന്തിനാ പപ്പിയോട് ദേഷ്യപ്പെടുന്നത്? ഒന്നുമില്ല പപ്പി, മോൾക്ക് പനിയായതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. ഇനി പകരുന്ന പനി വല്ലോ ആണെങ്കിലേ അവിടെ രേഖാമാടം ഗർഭിണിയായിട്ടിരിക്കല്ലേ, നമ്മളായിട്ട് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കണ്ടെന്ന് കരുതി. പിന്നെ പപ്പിക്ക് അറിയാലോ, ശ്രീമോൾക്ക് എന്തെങ്കിലും അസുഖം വന്നാല് ശ്രീയുടെ സ്വഭാവം. അല്ല സരോജൻ ചേച്ചി, ഞാൻ വെറുതെ കാര്യങ്ങൾ അറിയാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ജീവിതമേ മടുത്ത അവസ്ഥയിൽ എന്തിനാ മോനെ, പിന്നെ എന്തിനാ മരുന്നും ആഹാരവും ഒക്കെ? എന്റെ രവിയുടെ അവസ്ഥ നീയും കണ്ടതല്ലേ? അവന്റെ കണ്ണ് കലങ്ങിയിരിക്കുന്നത് കണ്ടിട്ട് ഞാൻ എങ്ങനെ മനസ്സമാധാനത്തോടെ ഇരിക്കും? എന്നും അവന് സങ്കടങ്ങൾ മാത്രമേ ഈശ്വരൻ കൊടുത്തിട്ടുള്ളൂ. സംഭവിച്ചതൊക്കെ ഒരു ദുസ്വപ്നം പോലെ ഉള്ളിൽ കിടപ്പുണ്ടാകും. എങ്കിലും ഇനി ഞാൻ കാത്തിരിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും നിങ്ങളുടെ കാര്യത്തില്.
രണ്ടു പേരക്കുട്ടികളെ ഒരുമിച്ച് കാണാൻ യോഗമില്ല എന്നുള്ളത് ഈശ്വരന്റെ തീരുമാനമായിരിക്കും. ഞാൻ ആദ്യം കാണേണ്ടതും തലോടേണ്ടതും നിന്റെ കുഞ്ഞിനെ ആവണമെന്നുള്ളതാവും വിധി. ഇനി എനിക്ക് രേഖമോളോടാ പറയാനുള്ളത്. ശ്രീലക്ഷ്മി മോൾക്ക് സംഭവിച്ചത് നിനക്ക് സംഭവിക്കരുത്. ഇനി ഈ കുടുംബത്തിൽ വെളിച്ചം കാണാതെ ഒരു കുരുന്ന് നമുക്ക് നഷ്ടപ്പെടരുത്. അമ്മ ജീവിച്ചിരിക്കുമ്പോ മക്കൾ നഷ്ടപ്പെടുന്ന വേദന ഇവിടെ ആർക്കും ഉണ്ടാകരുത്. അത് മരണത്തിന് തുല്യമാ. ഏറ്റവും വേദനയേറിയ മരണത്തിന് തുല്യം. ചേട്ടായി, ഞാൻ ഇവിടെ വന്ന് CCTV ഫുട്ടേജ് മുഴുവനും ചെക്ക് ചെയ്തു. അങ്ങനെ ഒരാൾ നമ്മുടെ വീട്ടിനകത്തേക്ക് കയറിയതായി ഒരു വിവരവും കിട്ടിയിട്ടില്ല. പിന്നെ സെക്യൂരിറ്റീസിനോട് ഞാൻ ചോദിച്ചു, അവര് പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു കാര്യം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് ചേട്ടായി? രഘു, നീ മിണ്ടാതിരിക്ക. അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. മോനെ രവി, എന്നെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് അമ്മയ്ക്ക് അറിയില്ല. ഈശ്വര നിശ്ചയം മാറ്റാൻ നമുക്കാവില്ലല്ലോ. മോനെ രവി, നീ ഒന്നും മിണ്ടാതെ ഇങ്ങനെ വിങ്ങിപ്പൊട്ടിയിരിക്കുന്നത് കാണാൻ അമ്മയ്ക്ക് വയ്യ. ഞാനും എന്റെ ഭർത്താവും രണ്ട് വീട്ടിൽ കഴിയാനാണോ അച്ഛൻ എന്നെ രവിസാറിന് വിവാഹം കഴിച്ചു കൊടുത്തത്? അച്ഛന്റെ തീരുമാനങ്ങളെ ഞാൻ ഇന്ന് വരെ ചോദ്യം ചെയ്തിട്ടില്ല. പക്ഷെ ഇതങ്ങനെയല്ല. എന്നെ എന്റെ ഭർത്താവിനെ സംബന്ധിക്കുന്ന കാര്യമായതുകൊണ്ട് എനിക്കുണ്ട് തീരുമാനങ്ങൾ. ഞാൻ തിരികെ പോകും. അതില് അച്ഛന് വിഷമമൊന്നും തോന്നരുത്. ഇനി അച്ഛൻ വാശി പിടിക്കുകയാണെങ്കിൽ ഇപ്പൊ ഈ രാത്രി ഞാൻ ഇവിടുന്ന് പോവും. നിങ്ങൾ രണ്ടാളും നിർത്തിക്കേ. സംസാരിച്ച് നിങ്ങൾ ഏത് വഴിക്കായി പോകുന്നത്? ഇമാതിരി സംസാരം ഈ വീട്ടിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ഈ ഭവനത്തിലേക്കുള്ള അമ്മയുടെ ആദ്യ കാൽവയ്പ്പിന് മണ്ഡലകാലത്തിലെ ഈ സൂര്യപ്രകാശം സാക്ഷി. ദിനം പ്രതി ഉണ്ടാകുന്ന അപായങ്ങൾ, അതുമൂലമുണ്ടാകുന്ന കണ്ണുനീരുകൾ എല്ലാം അമ്മ കാണുന്നുണ്ട്. ഈ കുടുംബത്തിൽ കുടികൊണ്ടതോ വന്നു കയറിയതോ ആയ പ്രശ്നങ്ങളിൽ ഒരു തീർപ്പ്. അതിനാണ് ഇനി ശ്രമിക്കേണ്ടത്. ആ തീർപ്പിൽ സ്വന്തമെന്ന് കരുതുന്ന പലരും മുന്നിൽ നിന്ന് അപ്രത്യക്ഷമാകും. രക്തബന്ധം കൊണ്ടും ഹൃദയബന്ധം കൊണ്ടും ഒപ്പമുള്ളവർ കാണാമറയത്തിലേക്കും. കുടുംബത്തിൽ വിള്ളലുകൾ ഉണ്ടായെന്ന് വരും. പക്ഷേ എല്ലാത്തിനും പര്യവസാനം സ്വർഗീയമായ ആനന്ദപ്രദമായ മക്കളുടെ ജീവിതമാണ്. മക്കളുടെ ജീവിത പ്രശ്നം തന്നെയാണ് ഈശ്വര്യമ്മേ ഈ കുടുംബത്തിൽ സമാധാനമില്ലായ്മയ്ക്ക് കാരണം. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക്, ചെറുതിൽ നിന്ന് വലുതിലേക്ക് പ്രശ്നങ്ങൾ നീളുന്നതല്ലാതെ ഒന്നിനും ഒരു പരിഹാരം ആവുന്നില്ല. അതിനൊരു പരിഹാരമാർഗം ഈശ്വര്യമ്മ പറഞ്ഞു തരണം. എല്ലാ ശാന്തതയ്ക്ക് മുൻപിലും ഒരു യുദ്ധമുണ്ടാകും ഗായത്രിയമ്മേ. നമുക്ക് ഏറ്റവും അടുത്തറിയാവുന്ന ഒരാളിൽ പോലും നമുക്കൊരിക്കലും തിരിച്ചറിയാൻ സാധിക്കാത്ത മറ്റൊരു മുഖം ഒളിഞ്ഞിരിപ്പുണ്ടാവും. അവരെ കണ്ടെത്താൻ ഈ യുദ്ധം അനിവാര്യമാണ്. സൃഷ്ടിക്കും സ്ഥിതിക്കും സംഹാരത്തിനും തിരോധാനത്തിനും അനുഗ്രഹത്തിനും അധിപനായവൻ. അവിടെ എത്തി പൂർണ്ണമായുള്ള ഈശ്വര ധ്യാനത്തിലൂടെ എല്ലാത്തിനും പരിഹാരമുണ്ടാകും. രവിയും ശ്രീലക്ഷ്മിയും തന്നെ പോണമെന്ന് നിർബന്ധമുണ്ടോ ഈശ്വര്യമ്മേ? ഇപ്പോഴത്തെ അവരുടെ അവസ്ഥയില്
അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകും. ഇതുവരെ കണ്ട കഥയല്ല ഇനി. ജീവിത സാഹചര്യങ്ങൾ ഓരോ കഥയിലും മാറി മറിയും. രവി ഇന്നലെ മുതൽ രാജനന്ദിനിയുടെ മുറിയിൽ കയറി ഒരേ ഇരിപ്പാണ്. ഞങ്ങൾ വിളിച്ചിട്ടും വാതിൽ തുറക്കുന്നില്ല. ശ്രീലക്ഷ്മി അടുത്തില്ലാത്തത് അവനെ വല്ലാതെ തളർത്തിക്കളഞ്ഞു. എന്റെ മോളെ അവന് നഷ്ടപ്പെട്ടു. ഇനി ശ്രീലക്ഷ്മി കൂടി നഷ്ടപ്പെടുമോ എന്ന ആശങ്ക ഞങ്ങളിൽ എല്ലാവരിലും ഉണ്ട്. ഒരാശങ്കയും വേണ്ട. സതീദേവി പുനർജനിച്ച് പാർവതീദേവിക്ക് സമമായത് പരബ്രഹ്മമൂർത്തിയായ പരമശിവന്റെ പ്രണയത്തിനു വേണ്ടിയല്ലേ? ഒരു പകുതി ഇവിടെയുള്ളപ്പോ മറ്റേ പകുതിക്ക് മാറി നിൽക്കാനാവില്ല. ഏതനർത്ഥത്തെയും അതിജീവിച്ച് ശ്രീലക്ഷ്മി വരും. അതും ഈശ്വര നിശ്ചയമാണ്. പുനർജനിച്ച പാർവതീദേവിയെ കാണണമെന്നുള്ളത് അതേ ജനനസാമ്യമുള്ള ശ്രീലക്ഷ്മിയുടെ നിയോഗമാണ്. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കോളൂ. ഈശ്വരൻ കൂടെയുണ്ടാവും. എനിക്ക് രവിയോടൊരു കാര്യം പറയാനുണ്ട്. ഇതിപ്പോ അനേകം തവണയായി നിന്നെ ഈ അവസ്ഥയിൽ ഞാൻ കാണുന്നത്. ഇനിയും ഇതിനൊരു പരിഹാരം ഉണ്ടാവണം. ശ്രീലക്ഷ്മി കാരണം നീ കാരണം ഈ വീട്ടിലെ ബാക്കി എല്ലാവരും വിഷമിക്കുന്ന അവസ്ഥ ഇനി ഈ വീട്ടിൽ ഉണ്ടാകരുത്. അതായത് ഈ കുടുംബത്തിലും ആളുകൾക്കുമിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് മാറ്റണമെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഇനിയും എന്റെ മക്കളാരും ഒരു തരത്തിലും വിഷമിക്കരുത്. കണ്ണു നിറയാത്ത ഒരു ദിവസം പോലും ഇപ്പോഴിവിടെ ഇല്ല. ഒന്ന് കഴിയുമ്പോൾ അതിനേക്കാൾ വലിയ മറ്റൊന്ന്. ഈ വീട്ടിലെ അവസാന സംഭവം തന്നെയാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണം. ഇനിയും അങ്ങനെയുള്ള സംഭവങ്ങൾ ഈ വീട്ടിൽ ഉണ്ടാകാൻ പാടില്ല. കൂടുതൽ പ്രശ്നങ്ങൾ രവിക്കും ശ്രീലക്ഷ്മിക്കും ഇടയിലാണ്. എത്ര ഒരുമിച്ച് ചേർക്കാൻ ശ്രമിച്ചിട്ടും പലപ്പോഴും നിങ്ങളുടെ ബന്ധത്തിൽ വിള്ളൽ വീണുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ചിലപ്പോ ഇനി അങ്ങോട്ട് സ്നേഹത്തിനും വിശ്വാസത്തിനും മാത്രം നിങ്ങളെ യോജിപ്പിച്ചു കൊണ്ടുപോകാൻ പറ്റാത്ത സന്ദർഭം ഉണ്ടായെന്ന് വരും. അത് രവിയും ശ്രീലക്ഷ്മിയും മനഃപൂർവ്വം ഉണ്ടാക്കുന്നതാവില്ല, വന്നു ഭവിക്കുന്നതാവാം. ചിലപ്പോ അത് ശത്രുക്കളാവാം, അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന ആളുകളാവാം. അവരൊക്കെ അറിയാതെ ചെയ്യുന്നതും ആവാം. ഇങ്ങനെയാണ് നിങ്ങൾ ജീവിക്കേണ്ടതെന്ന ഒരു വിധിയെ പഴിച്ചുകൊണ്ട് ഇനിയും രവിയും ശ്രീലക്ഷ്മിയും കരയുന്ന അവസ്ഥ ഉണ്ടാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതിന് ഞാനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു. 2 ദിവസത്തെ വിശ്രമത്തിന് ശേഷം രവിയും ശ്രീലക്ഷ്മിയും നീലഹസ്തി എന്ന സ്ഥലത്തുള്ള മഹാദേവ ക്ഷേത്രത്തിലേക്ക് പോണം. അവിടെ പോയി നിങ്ങൾ രണ്ടാളും ഒരുമിച്ച് തൊഴുതു പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനയോടെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം ഉണ്ടാകും. അതുവഴി കുടുംബത്തിന് സമാധാനം ഉണ്ടാകും. നിങ്ങൾ പോകണമെന്ന തീരുമാനം മാത്രമേ എന്റേതുള്ളൂ. പറഞ്ഞത് ഈശ്വരമ്മയുടെ നാവിൻ തുമ്പിലിരുന്ന് സാക്ഷാൽ ഈശ്വരൻ തന്നെയാണ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.